ആഫ്റ്റർ ചെന്നൈ, ദുബായ് ആൻഡ് നൗ ഇൻ ബ്രസീൽ. എന്താണ് ഇന്നലെ ചോദിക്കുന്നത്? യെസ്, നിങ്ങൾ ഈ എൽനിനോ, ലാനിനോ എന്നൊക്കെ നിങ്ങൾ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ പ്രതിഭാസമാണ്. അപ്പോൾ അതിന് വെച്ചിട്ടുള്ള പേരുകളാണ്, കണ്ടുപിടിക്കുന്ന ആൾക്കാരുടെ പേരുകളാണ് ആക്ച്വലി. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പേരുകളെല്ലാം രൂപപ്പെടുന്നത്. ഇപ്പോൾ എൽനിനോ എന്നൊരു പ്രതിഭാസമാണ് നടക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പസഫിക് സമുദ്രത്തിൻ്റെ മുകളിൽ ഈ വാദങ്ങളുടെയൊക്കെ ചില പ്രക്രിയയുടെ ഭാഗമായിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് എൽനിനോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി ഈ ഭൂമധ്യരേഖയോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിൽ ഏറ്റവും കൂടുതലായിട്ട്, അതായത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളൊക്കെ ജീവിക്കുന്ന നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഉഷ്ണമായിട്ടുള്ള ക്ലൈമറ്റ്, അതായത് ചൂട് കൂടിയ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നതിന് കാരണമാകാം. അതേ സെയിം ടൈം ഇപ്പോൾ ഈ സൗത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടേക്ക് ഇപ്പോൾ മഴയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള ജനങ്ങൾ ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ ഫ്ലഡ് രൂപപ്പെട്ടിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞു പോകുന്നത്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് തന്നെ നമ്മൾ പല വാർത്തകളിലൂടെ, പ്രത്യേകിച്ചും ട്വിറ്റർ അത്തരത്തിലുള്ള പല സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്ലഡ് കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അതായത് പ്രത്യേകിച്ച് അവർക്ക് വീടുകളിൽ താമസിക്കാൻ കഴിയുന്നില്ല. വീടുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. പിന്നെ കുറേ വീടുകളിൽ വെള്ളം അടിച്ചു കൊണ്ടുപോയി. പിന്നെ പ്രത്യേകിച്ചും അവിടെയുള്ള റോഡുകളെല്ലാം ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ട്, പാലങ്ങളെല്ലാം തകർന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ല, അതൊരു അവസ്ഥ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിലൊക്കെ വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ബ്രസീൽ നേരിടുന്നത്. അതേസമയത്ത് കുടിക്കാൻ കൃത്യമായിട്ടുള്ള വെള്ളം കിട്ടാത്തൊരവസ്ഥയും അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാർ അവിടെ നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലേക്കായിട്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ മഴ കാരണം ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ട്. അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് സാധാരണ നോർമലി ആയിട്ടൊക്കെ ആണെങ്കിൽ ഏറ്റവും താഴെയാണ് വെള്ളം പോകുന്നത്, അത്ര വലിയ വെള്ളം. പക്ഷേ ആ ഒരു വലിയ പാലം പോലും ഈ ഫ്ലഡിൻ്റെ അടിയിൽപ്പെട്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് അൺബിലീവബിൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അത്രത്തോളം ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടറാണ് ആക്ച്വലി ഇപ്പോൾ അവിടെ ഒരു ഫ്ലഡായിട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് നടപടികളെല്ലാം തന്നെ പുരോഗമിച്ച് വരുന്നുണ്ട് ഓരോ നിമിഷവും. അതിൻ്റെ ഭാഗമായിട്ട് രക്ഷാപ്രവർത്തനവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതേ സെയിം ടൈം ഈ രക്ഷപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ചില സ്ഥലങ്ങളിലുണ്ട്. അവിടെയുള്ള ജനങ്ങൾ രക്ഷപ്പെടുന്നതിന് പലതരത്തിലുള്ള മാർഗങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ ഇപ്പോൾ ഈ ബോട്ടിലൊക്കെ യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് വെള്ളത്തിൽ മറിഞ്ഞു വീഴുകയും അത്തരത്തിൽ മിസ്സിങ് ആകുന്ന ഒരു അവസ്ഥകളും പല വീഡിയോകളിലും കണ്ടു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ഷേക്കൻ ആൻഡ് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ ബ്രസീൽ കടന്നു പോകുന്നത്. മാത്രമല്ല അവിടെയുള്ള ഈ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പശുക്കൾ, നായ്ക്കൾ, പിന്നെ തുടങ്ങിയ മൃഗങ്ങളെല്ലാം തന്നെ അതിൻ്റെ അവസ്ഥയും വളരെ ദയനീയമാണ്. ഭക്ഷണം കിട്ടാതെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരവസ്ഥ അതും ആലോചിക്കാൻ തന്നെ കഴിയാത്ത ഒരു കാര്യമാണ് നമുക്ക് ആക്ച്വലി. അത്തരത്തിലുള്ളൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ബ്രസീൽ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ കാണണം.
foi, papai. Ah, isso aqui não paga nada. Tá vendo que tudo? A sala da Josi não tem chave para erguer as coisas. Ai, Jesus amado! Como foi agora? Completamente iluminada, não tem nenhuma rua visível nesse momento por aqui e as pessoas só conseguem se locomover utilizando o barco. Uma cena impressionante, uma situação sem precedentes aqui na região metropolitana da capital gaúcha, em função do transbordamento das águas do Lago Guaíba. O Lago Guaíba que recebe o volume de água de vários rios que nascem nas regiões mais altas aqui do estado e que desembocam. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ബ്രസീൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന്. എന്തായാലും എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ എൽ നീനിയോ എന്നൊരു പ്രതിഭാസത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഉഷ്ണവേവ് ഇല്ലെങ്കിൽ ഈ ഹീറ്റ് വേവ് അല്ലെങ്കിൽ ഈ ചൂടായിട്ടുള്ള ക്ലൈമറ്റ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഇനി ലാനീനിയോ എന്നൊരു പ്രതിഭാസം കൂടി വരുന്നു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ മഴയാവാം. എന്ത് തന്നെ ആയാലും ഇപ്പം മെയ് ആണ്, ഇനി ജൂൺ നമുക്കിനി തുടങ്ങും. ജൂൺ തുടങ്ങിക്കഴിഞ്ഞാൽ പൊതുവെ മഴയാണെന്ന് നമുക്കറിയാം. എന്നാലും ഇപ്പോൾ ക്ലൈമറ്റുകളെല്ലാം തന്നെ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ പൊതുവെ പാരമ്പര്യമായിട്ട് മനസ്സിലാക്കുന്നത് ജൂൺ വന്നു കഴിഞ്ഞാൽ മഴ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഈ അർബൻ ഏരിയയിൽ, അതായത് സിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരോടുമാണ് അധികവും ഞാൻ ഈ കുറച്ച് പോയിൻറ്റ്സ് എൻ്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകും. അത് മുഖേന ഉരുൾപൊട്ടലൊക്കെ സംഭവിക്കും. അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പല വർഷങ്ങളിലും ഈ മഴ സമയങ്ങളിലൊക്കെ നമുക്ക് കേൾക്കുന്ന ഒരു വാർത്തയാണ്. അപ്പം അത് നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കുകയാണെങ്കിൽ വി ക്യാൻ സർവൈവ് ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻ വി ഫേസ് സച്ച്. സോ അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ സിറ്റി ജീവിതത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ സിറ്റി മീൻസ് നിരപ്പായിട്ടുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അത് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ തിങ്ങി നിൽക്കും. ആ ഒരു സംഭവമാണ് ആക്ച്വലി നമുക്ക് പല മഴ സമയത്തൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങത്തില്ല. അത്തരത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതിന് കാരണം ഈ ചില ഏരിയകളൊക്കെ കോൺക്രീറ്റൊക്കെ ഇടുക. ഇപ്പോൾ നമ്മളൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെയാണ്. വീടുകൾ ഉണ്ടാക്കുന്നതനുസരിച്ച് ഈ മുറ്റത്തൊക്കെ കോൺക്രീറ്റ് ഇട്ട് വയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ നിരപ്പായ സ്ഥലങ്ങളിൽ പൊതുവെ വെള്ളത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങാത്ത ഒരവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് വെള്ളം ആക്ച്വലി അവിടെ കെട്ടി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭം നമ്മൾ എന്തായാലും നേരത്തെ തന്നെ നമ്മൾ ഓവർകം ചെയ്യേണ്ടതുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങാനായിട്ട് നമ്മൾ അനുവദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല ഈ കനാലുകളൊക്കെ കാണും ചില ഏരിയകളിൽ, ഈ സിറ്റി ഏരിയകളിൽ. അതൊക്കെ ഒന്ന് ഇപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിന് പോകാനായിട്ട് കഴിയും. അപ്പം അത്തരത്തിൽ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മാൻമെയ്ഡ് ആണ് എന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം മനുഷ്യനില്ലാത്ത കാലത്തും ഈ പ്രപഞ്ചത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാലും ഇപ്പോൾ ഈ മനുഷ്യൻ ജീവിക്കുന്ന കാലത്ത് മാൻമെയ്ഡായിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ കോൺക്രീറ്റൊക്കെ ഇട്ട് നമുക്ക് തന്നെ നമ്മളുണ്ടാക്കുന്ന ചില ആപത്തുകൾ.
അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി തരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് വി ക്യാൻ സർവൈവ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അർബൻ ഏരിയ, അതായത് സിറ്റി ജീവിതം നയിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ തുടങ്ങിയ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം തന്നെ സമുദ്രനിരപ്പിൻ്റെ ആ ഒരു ലെവലിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിരപ്പിൽ വെള്ളത്തിന് പെട്ടെന്ന് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഏരിയകളാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. പാനിക് ആകേണ്ടതിൻ്റെ യാതൊരു ആവശ്യമില്ല. അലേർട്ടായിരിക്കുക എന്നുള്ളതാണ്, അത് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം പിന്നെ അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ഏരിയയിൽ, ഇപ്പോൾ ഈ സിറ്റി ഏരിയയിലൊക്കെ ലൈക്ക് ചെന്നൈ പോലുള്ള ഏരിയയിലെല്ലാം ജീവിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ആ ഒരു ഏരിയ എന്ന് പറയുന്നതും അത്തരത്തിലുള്ള ഒരു ഭൂപ്രകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം അത് നമ്മൾ കാലാകാലങ്ങളായിട്ട് തന്നെ കാണുന്നതാണ്. വെള്ളപ്പൊക്കം കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഏരിയയിലാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാ ഏരിയയിലും വെള്ളപ്പൊക്കം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ക്ലൈമറ്റിലും അത്തരത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നമ്മൾ അലേർട്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇന്ത്യക്ക് പുറത്തും പല സ്ഥലങ്ങളുണ്ട്. നമുക്ക് SK പ്ലാറ്റൂണിൽ അംഗമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ അത്തരത്തിലുള്ള ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. വയനാട്, ഇടുക്കി പോലുള്ള ഏരിയയിൽ, അട്ടപ്പാടിയിൽ പല ഭാഗത്തും അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഏരിയ ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ലവ് യു ആൾ.